കോഴിക്കോട് ബസ് ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിച്ച സംഭവത്തിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് ഭാരതി ഗ്രൂപ്പ് മാനേജരോട് നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ടു. ഭാരതി ഗ്രൂപ്പിന്റെ മറ്റൊരു ബസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഡ്രൈവർ മദ്യപിച്ച് ലക്ക് കെട്ട നിലയിലായിരുന്നു. അതായത് വാഹനത്തിലുള്ള യാത്രക്കാരുടെയും ഒപ്പം നിരത്തിലുള്ള മറ്റു യാത്രക്കാരുടെയും ജീവൻ അപകടമാകുന്ന രീതിയിലാണ് ഡ്രൈവർ വാഹനം ഓടിച്ചിരുന്നത്. ഇപ്പോൾ ഏതായാലും ഭാരതി ഗ്രൂപ്പിന്റെ ഒരു ബസ്സാണ് കോഴിക്കോട് മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. TN 73 AK 6161 എന്ന രജിസ്ട്രേഷനുള്ള ബസ്സാണ് ഇത്. കോഴിക്കോട് ബാംഗ്ലൂരു ചെന്നൈ റൂട്ടിൽ സർവീസ് നടത്തുന്ന വാഹനമാണ്. കോഴിക്കോടേക്ക് എത്തിയ സമയത്താണ് മോട്ടോർ വാഹന വകുപ്പ് ഏതായാലും ഇത് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഫിറ്റ്നസ് നിലവിൽ റദ്ദ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ മദ്യപിച്ച ഡ്രൈവറോട്, അതായത് ഈ ബസ്സല്ല, ഗ്രൂപ്പിന്റെ മറ്റൊരു ബസ്സിലാണ് ഈ മദ്യപിച്ചുള്ള സംഭവം ഉണ്ടായത്. ആ ഡ്രൈവറോടും ഗ്രൂപ്പിന്റെ മാനേജരോടും കോഴിക്കോടേക്ക് എത്തുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളോടൊപ്പം ഇൻസ്പെക്ടർ തന്നെയാണ് ചേരുന്നത്. അതിന് വളരെ വ്യക്തമായിട്ടുള്ള കർശനമായ നിർദ്ദേശം ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറും അതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിലാണ് ആ ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു വേറെ ബസ് ഞങ്ങൾക്ക് ഇവിടുന്ന് പിടിച്ചെടുക്കേണ്ടി വന്നത്. അപ്പോൾ നാളെ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഇവിടെ വരും. അതിൻ്റെ ആ ഡ്രൈവർ ആക്ച്വലി അബ്സ്കോണ്ടിങ് ആണെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ പോലും ആ ഡ്രൈവറെയും കൂട്ടി കൂടെ സറണ്ടർ ചെയ്യാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഡ്രൈവർ ഇത് ചോദ്യം ചെയ്യുന്ന യാത്രക്കാരോട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെയാണല്ലോ സംസാരിച്ചത്. വളരെ ഇതായിട്ടാണ് സംസാരിച്ചത്. ഒരു പാസഞ്ചറോടും സംസാരിക്കാൻ പറ്റാത്ത, അതായത് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ ദീർഘദൂര യാത്രക്കാരോടൊന്നും പെരുമാറാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരം തന്നെയാണ് അതിൽ വന്നിരിക്കുന്നത്. തീർച്ചയായും അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും അതിനെതിരെ നടപടി ഉണ്ടാവും. ഇത് ഒരു സ്പെയർ ബസ് ആയിട്ട് ഓടുകയാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഓൾ ഇന്ത്യ പെർമിറ്റ് ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ ടാക്സ് അടയ്ക്കണം അന്യസംസ്ഥാന ബസ്സുകൾ. അതനുസരിച്ചിട്ട് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഇതിന് ടാക്സ് അടച്ചതായിട്ട് കണ്ടില്ല. പിന്നെ കൂടുതലായിട്ട് പരിശോധനയിൽ ഇതിൻ്റെ സേഫ്റ്റി കണ്ടീഷൻസ് വളരെ മോശമായിട്ടും തോന്നി. ഇത്രയും ലോങ് ഓടുന്ന ബസ്സാണ്. ആ രീതിയിൽ ഞങ്ങളിവിടെ ടാക്സ് അടയ്ക്കാത്തതിന് പിടിച്ചെടുക്കുകയും പിന്നെ നിലവിലുള്ള ഫിറ്റ്നസ് റദ്ദാക്കുകയും ചെയ്തു. ദീർഘദൂര ബസ് ഡ്രൈവർമാർക്കെതിരെ മുൻപും പരാതിയൊക്കെ ഉയർന്നിട്ടുണ്ടല്ലോ. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായും ഞങ്ങൾ അത് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിലുള്ള പരിശോധന തുടരും. JMTKയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.